ഒരു സ്ത്രീക്കെതിരെ ഏറ്റവും വലുതെന്ന് പറഞ്ഞാൽ ആ സ്ത്രീക്കെതിരെ ഇല്ലാത്ത കാര്യങ്ങൾ ചമച്ചുണ്ടാക്കുന്നതാണ്. കാരണം ആ സ്ത്രീക്ക് താൻ ചെയ്യാത്തൊരു കാര്യങ്ങളായാലും ഇനി ചെയ്ത കാര്യങ്ങളായാലും ലോകത്തിനോട് വിളിച്ച് പറയുമ്പോൾ ആ സ്ത്രീയുടെ നേരെ വിരൽ ചൂണ്ടുമ്പോൾ ആ സ്ത്രീക്ക് സഹിക്കാനാവില്ല. മാത്രമല്ല അവരെ അത്ര വരെ നല്ലതായി പറഞ്ഞവർ മുഴുവനും ആ സ്ത്രീക്ക് നേരെ വിരൽ ചൂണ്ടും. അത് നന്നായി അറിയാവുന്ന ലക്ഷ്മിപ്രിയ അൻസിബ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തിളങ്ങി നിൽക്കുന്ന കാണുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ കുറച്ച് ദിവസങ്ങളായി തലക്ക് ഭ്രാന്ത് പിടിച്ച് നടക്കുകയായിരുന്നു എന്ന് തോന്നുന്നു. അവസാനം ഉത്തരം കിട്ടി. അൻസിബയ്ക്ക് അവിഹിതമോ അല്ല അൻസിബ മദ്യപാനിയാണെന്നോ എന്തൊക്കെയാണ് ലക്ഷ്മിപ്രിയ വന്നിരുന്ന് പറയുന്നത്. ലക്ഷ്മിപ്രിയ ഒരു ചെറിയൊരു ചാനലിൽ പറഞ്ഞൊരു കാര്യമാണ് നമ്മളിപ്പോൾ പറയുന്നത്. ലക്ഷ്മിപ്രിയ ഇപ്പോൾ പറയുന്നത് അൻസിബ മദ്യപാനിയാണെന്ന്. അൻസിബക്ക് മദ്യം വാങ്ങിച്ചു കൊടുത്തു ലക്ഷ്മിയെന്ന്. നല്ല ലക്ഷ്മിയല്ലേ, ഇത്രയും ഏജുള്ള ലക്ഷ്മി, മാത്രമല്ല കുലസ്ത്രീയാണ്, എല്ലാവരാലും ആദരിക്കപ്പെടുന്ന ആളാണ് ഞാൻ എന്ന് സ്വയം പൊങ്ങിയായി പറയുന്ന ലക്ഷ്മി പറയുന്നു അൻസിബയ്ക്ക് മദ്യം വാങ്ങിച്ചു കൊടുത്തിരുന്നെന്ന്. എന്തിനാണ് അൻസിബയ്ക്ക് മദ്യം വാങ്ങിച്ചു കൊടുത്തത് ലക്ഷ്മി? അങ്ങനെ ഒരു കുലസ്ത്രീയായ ലക്ഷ്മി, എല്ലാവരെയും ഉപദേശിച്ച് നേരെയാക്കാൻ നോക്കുന്ന ലക്ഷ്മി അൻസിബയ്ക്ക് മദ്യം വാങ്ങിച്ചു കൊടുക്കാൻ പാടുണ്ടോ? അത് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ എന്നിട്ട് പുറലോകത്തോട്ട് പറയുന്നു ഞാൻ അൻസിബയ്ക്ക് മദ്യം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടെന്ന്. ലക്ഷ്മിയെപ്പോലുള്ള ഒരാൾ അൻസിബയോട് പറയല്ലേ വേണ്ടത്, ഇങ്ങനെ മദ്യമൊന്നും കഴിക്കാൻ പാടില്ല എന്ന് ഉപദേശിക്കുക. എന്നാൽ ഉപദേശിച്ചിട്ട് കേൾക്കുന്നില്ലെങ്കിൽ ആ വഴിക്ക് വിടുക. അല്ലാതെ മദ്യം വാങ്ങിച്ചു കൊടുത്തിട്ട് ഞാൻ മദ്യം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടെന്ന് ഒരു ചാനലിൽ വന്ന് പറയാണ്. കൂടാതെ അൻസിബയുടെ കൂടെ മറ്റൊരു പുരുഷനുണ്ടായിരുന്നു. ആ പുരുഷൻ്റെ പേരും അയാൾ ജോലി ചെയ്യുന്നതും എല്ലാം വെളിപ്പെടുത്തിക്കൊണ്ട് പറയാണ്. ഇത് നടന്നിട്ടുണ്ടാവുമോ? എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടാവുമെന്ന്. കാരണം ഇപ്പോൾ അൻസിബ എല്ലാവരാലും സ്നേഹിക്കപ്പെടുന്നു. അൻസിബയെ പറ്റി ഈ മലാപാർവതി വരെ പറയുന്നുണ്ട് ഒരു മന്ത്രിയാവാൻ വരെ കഴിവുള്ളൊരു കുട്ടി എന്നുള്ളത്. എല്ലാവർക്കും പ്രേക്ഷകർ എല്ലാവരും അൻസിബ എത്ര നല്ല കുട്ടിയാണ്, അൻസിബയ്ക്ക് എല്ലാം മുന്നോട്ട് നല്ലതായി വരണം എന്ന് ആഗ്രഹിക്കുന്നവരാണെല്ലാം. അത് കണ്ട് സഹിക്കാൻ കഴിയാഞ്ഞിട്ട് എങ്ങനെ തകർക്കാം? അപ്പോൾ ഏറ്റവും എളുപ്പമാണല്ലോ. അൻസിബയുടെ കൂടെ വേറൊരു പുരുഷനുണ്ടായിരുന്നു, മദ്യപിക്കും, ഏതായാലും കഞ്ചാവൊന്നും ഉണ്ടെന്ന് പറഞ്ഞില്ല. പക്ഷെ കല്യാണമൊന്നും കഴിക്കാത്ത അൻസിബയുടെ കൂടെ അൻസിബ പ്രണയിക്കുന്ന ഒരാളാണെങ്കിൽ എന്തിനാണ് ലക്ഷ്മിക്ക് ഇത്ര ബുദ്ധിമുട്ട്? ലക്ഷ്മി പറയുന്നതാണ് 2 മണി വരെ അൻസിബയുടെ റൂമിലുണ്ടായിരുന്നു. അതിനുശേഷം പോയി കുളിച്ച് പെട്ടിയെടുത്ത് വന്നിട്ട് 4 മണിക്കോ മറ്റോ അൻസിബയുടെ റൂമിൽ പോയി വെല്ലടിച്ചപ്പോൾ ഇതുപോലൊരാളെ കണ്ടെന്ന്. എന്നിട്ട് ഈ ലക്ഷ്മി പോലീസ് ചമഞ്ഞിട്ട്, പണ്ട് നമ്മൾ പറയുന്ന സദാചാര പോലീസ് പോലെ അയാളുടെ ആധാർ കാർഡ് ചോദിക്കുന്നു. ഇതൊക്കെ ചെയ്യാൻ ലക്ഷ്മി ആരാണ്? എന്നിട്ട് വെല്ലുവിളിക്കുകയാണ് അൻസിബ തെളിയിക്കണം അങ്ങനെ ഒരു പുരുഷൻ വന്നിട്ടില്ല എന്ന്. അതുപോലെ തന്നെ നീചമായ വേറെ കുറച്ച് വാക്കുകൾ ലക്ഷ്മി പറയുന്നുണ്ട്. അത് സഹോദരനാണെന്ന് അൻസിബ പറഞ്ഞെന്ന്. അപ്പോൾ സഹോദരൻ മുഖം മൂടി വരുമോ? ആ വാക്ക് ഓക്കെ. പക്ഷേ മറ്റൊരു വാക്ക് പറയുന്നത് ഇത്രയും മുതിർന്ന ഒരു പെൺകുട്ടിയുടെ കൂടെ സഹോദരൻ റൂമിൽ താമസിക്കുമെന്ന്. എന്തുകൊണ്ട്? നമ്മുടെ നാട്ടിലൊക്കെ ഒരു പെൺകുട്ടി ഇതുപോലെ ഇൻ്റർവ്യൂവിനോ അല്ല മറ്റെന്ത് കാര്യത്തിനും, ഇപ്പോൾ കോളേജിൽ അഡ്മിഷൻ എടുക്കാനായിക്കോട്ടെ അല്ല ജോലിയുടെ ഇൻ്റർവ്യൂവിനായിക്കോട്ടെ പോകുമ്പോൾ പ്രായമുള്ള അച്ഛനോ അല്ലെങ്കിൽ അമ്മയോ അല്ല പോവുക, സഹോദരൻ കൂടെ ഉണ്ടെങ്കിൽ സഹോദരനാണ് പോകുന്നത്. അതിനെന്താണ്? അപ്പോൾ ഈ ലക്ഷ്മിക്ക് വളർന്നു വരുമ്പോൾ സഹോദരനൊന്നും ഇല്ലാത്തത് കൊണ്ടാണോ? എന്തുകൊണ്ടാണ് ലക്ഷ്മി അങ്ങനെ ഒരു വാക്ക് പറഞ്ഞത്? അപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാം ലക്ഷ്മിയുടെ മനസ്സിലുള്ള ആ ചെളി എന്താണെന്ന് മനസ്സിലാക്കാം. അൻസിബ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മയിൽ നിന്ന് മോഹൻലാലിനെ ചേർത്ത് പറയുന്നു, രണ്ടാനച്ഛനെ ചേർത്ത് പറയുന്നു, അതുപോലെ തന്നെ ജിഹാദി എന്ന് വിളിക്കുന്നു. അങ്ങനെ പല കാര്യങ്ങളും പീഡനം ആയിട്ട് പറഞ്ഞത് എല്ലാം അൻസിബ പറയുന്നുണ്ട്. ഇപ്പം തന്നെ നമുക്കിത് കേൾക്കുമ്പോൾ മനസ്സിലാവുന്നില്ലേ എങ്ങനെ അൻസിബയെ തകർക്കാമെന്നുള്ള ഒരു തീരുമാനത്തിൽ വന്നിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. ഇതെന്തുകൊണ്ടാണ് മുമ്പ് പറയാതിരുന്നത്? അൻസിബ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെന്ന് ആരോടെങ്കിലും ചർച്ച ചെയ്തിട്ടുണ്ടായോ? അങ്ങനെയൊന്നും കേട്ടിട്ടില്ലല്ലോ. അപ്പോൾ എങ്ങനെ അൻസിബയെ തകർക്കാമെന്ന് വിചാരിച്ചിട്ട് പുറലോകത്തോട്ട് ഒരു പെൺകുട്ടിയുടെ അമ്മയായ ലക്ഷ്മിയാണ് പറയുന്നത്. അൻസിബ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിക്ക് നേരെയാണ് ഇങ്ങനെയുള്ളൊരു ആരോപണം. അത് ഇല്ലാവചനമാണെങ്കിൽ ലക്ഷ്മി എന്താണ് ചെയ്യുന്നത്? എന്തായാലും അൻസിബ ഇതിനൊരു ഉത്തരമായി വരുമല്ലോ. എന്തൊക്കെയോ മുമ്പും അൻസിബയെ പറ്റി പറഞ്ഞപ്പോൾ അൻസിബ വന്ന് പുറലോകത്തോട്ട് പറഞ്ഞപ്പോൾ അതിനൊന്നും ഉത്തരവില്ലാതെ നിന്നവരാണ് ലക്ഷ്മിയും ടിനി ടോമും ഒക്കെ. അതിൻ്റെ ഒരു സംഭവമാണല്ലോ ഇപ്പോൾ അമ്മയിൽ നടന്നത്. ഇനി ഇതിനുള്ള ഉത്തരവുമായി അൻസിബ വരുമ്പോൾ നമുക്ക് കാണാം. എന്തായാലും അൻസിബ ചെയ്ത തെറ്റെന്താണ് ഇവരുടെ മുന്നിൽ? ലക്ഷ്മിപ്രിയയുടെയും ടിനി ടോമിൻ്റെയും ഒക്കെ മുമ്പിൽ അൻസിബ ചെയ്തത് അനീതിക്കെതിരെ സംസാരിച്ചു. അൻസിബയെ ജിഹാദി എന്ന് പറയുകയും ഇതുപോലെ പല അവിഹിത കഥകളും അൻസിബയെ പറ്റി പറഞ്ഞപ്പോൾ അത് ചോദ്യം ചെയ്തു. അതൊന്നും ചെയ്യാൻ പാടില്ല. മാത്രമല്ല അന്ന് നമ്മൾ കേട്ടതാണ് ക്ഷേത്ര കമ്മിറ്റിയിൽ നിന്ന് പണം വാങ്ങിയതിനെതിരെ അൻസിബ ചോദ്യം ചെയ്തു. അത് പാടില്ല എന്ന് അൻസിബ പറഞ്ഞു. ആ സമയം മുതലാണ് കൂടുതലായിട്ടും അൻസിബയ്ക്കെതിരെ ഇവരൊക്കെ നിന്നത്. ഇപ്പോഴും നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഇവരൊക്കെ ബാക്ക് വഴി സംഘം കൂടി നിന്ന് എന്താണ് അൻസിബയെ തകർക്കാൻ എന്ന് ചിന്തിച്ചിട്ടുള്ളൊരു കള്ളക്കഥ ആയിരിക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ ചിന്തിക്കുന്നത്.
കാരണം എല്ലാവരും ഇപ്പോൾ സോഷ്യൽ മീഡിയ നിറയെ അൻസിബ നിറഞ്ഞു നിൽക്കുകയാണ്. അൻസിബ എന്ന പുലിക്കുട്ടി, സിങ്കപ്പെണ്ണ് എന്നൊക്കെ പറഞ്ഞ് അൻസിബയെ ഇതുപോലെ എല്ലാവരും പുകഴ്ത്തുന്നു. പിന്നെ മലാപാർവതി പറഞ്ഞത് മന്ത്രിയാവാൻ ഉള്ള ഒരു ഇതുപോലും ആ കുട്ടിക്കുണ്ട്. ആ കുട്ടി സംസാരിച്ചപ്പോൾ ഒരു വാക്കുകൊണ്ട് പോലും അങ്ങോട്ട് പറയാനോ അതിനെതിരെ പറയാനോ ഒന്നിനും ഒരാൾക്കും കഴിഞ്ഞിട്ടില്ല. പ്രസിഡൻ്റായ ശ്വേതാ മേനോൻ പോലും ഒന്നും പറയാൻ കഴിയാതെ നിൽക്കുന്നതാണ് കണ്ടത്. ഗണേഷ് കുമാർ സംസാരിച്ചപ്പോൾ പോലും ഇതുപോലെ സിങ്കപ്പെണ്ണായ അൻസിബ സംസാരിച്ചപ്പോൾ ഗണേഷ് കുമാറിന് പോലും ഒരു ഉത്തരവില്ലാതായി. അങ്ങനെയൊക്കെ പറയുമ്പോൾ സഹിക്കാൻ പറ്റാത്തത് കൊണ്ടായിരിക്കാം ഒരു പെണ്ണിനെ തകർക്കാൻ വേണ്ടി അവിഹിതം, പെണ്ണിൻ്റെ കൂടെ റൂമിൽ ഒരാളുണ്ട്, അതുപോലെ തികച്ചും മദ്യപാനിയാണ്, അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ ആ കുട്ടി മാനസികമായി തളരും, അല്ല എങ്കിൽ ഇത് കേൾക്കുന്നവർ അയ്യേ ഇങ്ങനെയുള്ളൊരു പെൺകുട്ടി ആയിരുന്നോ എന്ന് ചിന്തിച്ചിട്ട് അൻസിബയ്ക്കെതിരെ തിരിയും എന്നൊക്കെ കരുതിയിട്ടായിരിക്കാം. എന്തായാലും ഈ പറയുന്ന ലക്ഷ്മിക്ക് ഒരു പെൺകുട്ടിയാണ് ഇല്ലാവചനമാണിതെങ്കിൽ ലക്ഷ്മി കരുതിയിരിക്കണം, കർമ്മ എന്നൊന്നുണ്ട്. ഇനി ഇത് സത്യമാണെങ്കിൽ അതിൻ്റെ എല്ലാ രേഖകളോ അല്ല അതിനുള്ള തെളിവൊക്കെ ലക്ഷ്മിപ്രിയ നിരത്തട്ടെ. അതുപോലെ തന്നെ അൻസിബ വന്നിട്ട് എന്താണ് സത്യം എന്ന് പറയട്ടെ. അങ്ങനെയാണെങ്കിൽ പ്രേക്ഷകർ വിശ്വസിക്കാം. പക്ഷേ ഭീകരമായൊരു തെറ്റല്ലല്ലോ പറഞ്ഞത്. വിവാഹിതയല്ലാത്തൊരു പെൺകുട്ടി അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരാളുടെ കൂടെ ഒരു ഹോട്ടൽ റൂമിൽ നിന്നു, അത് തെറ്റല്ല എന്നല്ല പറയുന്നത്. അതേ സമയത്ത് ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന സജന ഫിറോസിൻ്റെയൊക്കെ കാര്യം എന്താണ് നമ്മൾ കേൾക്കുന്നത്? അതുപോലെയൊന്നും അല്ല ചെയ്തത്. അതുപോലെ മദ്യപിച്ചു. ഇതിനു മുമ്പും പല നടികളും മദ്യപിച്ചതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്തായാലും ഈ സമയത്ത് അൻസിബയ്ക്കെതിരെ ഇങ്ങനൊരു ആരോപണവുമായി വന്നപ്പോൾ എന്തായാലും അൻസിബയെ തകർക്കാൻ എന്തെങ്കിലും ചെയ്യണ്ടേ എന്ന് ആലോചിച്ച് കൂട്ടിയിട്ട് വന്നപ്പോൾ ഇങ്ങനൊരു തിരക്കഥ ഉണ്ടാക്കിയതാണ് എന്നാണ് തോന്നുന്നത്. എന്തായാലും ലക്ഷ്മിപ്രിയ കുറച്ച് നാളുകളായിട്ട് നമുക്കെല്ലാവർക്കും അറിയാം അല്ലേ, എന്തൊക്കെയാണ് കളിച്ചു കൂട്ടുന്നത്, എന്തൊക്കെയാണ് പറയുന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. കാരണം എല്ലാവരോടും ഒരുതരം പകയുള്ളതുപോലെയാണ് ലക്ഷ്മിപ്രിയ പെരുമാറുന്നത്. താൻ മാത്രം നല്ലത്, ഞാൻ കുലസ്ത്രീ, ഞാൻ ഭയങ്കര ഭക്ത, ഞാൻ ചെയ്യുന്നതെല്ലാം ശരി, അങ്ങനെ ഒരു രീതിയാണ് ലക്ഷ്മിപ്രിയ കാണിക്കുന്നത്. ഇനി എന്തൊക്കെയാണ് ലക്ഷ്മിപ്രിയ ഉണ്ടാക്കി പറയാൻ പോകുന്നത്, അല്ല ഉള്ളതാണോ അതൊന്നും നമുക്കറിയില്ല, തെളിഞ്ഞു വരട്ടെ. കാരണം നമുക്ക് ലക്ഷ്മിപ്രിയയുടെ സംസാരവും അൻസിബയുടെ സംസാരവും കൂടി തന്നെ കമ്പയർ ചെയ്താൽ മതി. ഇത്രയും ചെറിയ പ്രായത്തിൽ തന്നെ അൻസിബയുടെ സംസാരം എത്രത്തോളം പക്വത എത്തിയതാണ്. മാത്രമല്ല ഇതുപോലെ തന്നെ പെൻഷൻ വാങ്ങുന്നവരെ സഹായിക്കാൻ വേണ്ടി മരുന്നുകൾ കൊടുത്തിട്ടായാലും സംസാരമായാലും അൻസിബ തന്നെ അന്ന് പറയുന്ന കേട്ടിട്ടുണ്ടായി. ഇതുപോലെ പ്രായമുള്ളവരൊക്കെ രാത്രി 2 മണിക്കൊക്കെ വിളിച്ചിട്ട് മോളെ എനിക്ക് ഇങ്ങനെയാണ്, ഉറങ്ങാൻ പറ്റുന്നില്ല, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ മനസ്സ് തുറക്കാൻ വേണ്ടിയിട്ട് അൻസിബയെ വിളിക്കുമെന്ന്. അങ്ങനെ അൻസിബയുടെ സ്വഭാവം കൊണ്ടായിരിക്കുമല്ലോ ഇവരൊക്കെ അൻസിബയെ വിളിക്കാനും. അങ്ങനെ എല്ലാവരും നമുക്ക് തന്നെ അൻസിബയുടെ സംസാരം കേൾക്കുമ്പോൾ എന്ത് നല്ലൊരു കുട്ടി എന്ന് പറഞ്ഞ് നമ്മളെല്ലാവരും അൻസിബയൊക്കെ സപ്പോർട്ട് ചെയ്തതും ലക്ഷ്മിപ്രിയയെ നമ്മളെല്ലാവരും തള്ളിപ്പറഞ്ഞതും ആ ഒരു സംസാര രീതി കൊണ്ട് തന്നെയാണ്. ഇനി സത്യം ആണെങ്കിൽ ലക്ഷ്മിപ്രിയ അതിന് കറക്റ്റായിട്ടുള്ള തെളിവായി വന്നു കഴിഞ്ഞാൽ ഇനി പ്രേക്ഷകർ വിശ്വസിക്കുള്ളൂ. കാരണം ഇതിൻ്റെ അകത്ത് വെച്ച് തന്നെ അൻസിബയെ എന്തൊക്കെ ആരോപണവും അപവാദങ്ങളും ഒക്കെ പറഞ്ഞ് സ്വന്തം രണ്ടാം അച്ഛനുമായിട്ടും മോഹൻലാൽ എന്ന് പറയുന്ന ഒരു നടനുമായിട്ട് വരെ ചേർത്ത് പറഞ്ഞിട്ടുണ്ടായി. അതുപോലെ ജിഹാദി എന്ന്, അതിന് ശേഷവും വർഗീയതയാണ് ഇതിൻ്റെ, അൻസിബയുടെ ബാക്കിൽ ആരൊക്കെയോ ഉണ്ട്, അതുകൊണ്ടാണ് അൻസിബ ഇങ്ങനെ കളിക്കുന്നത് എന്നൊക്കെ പറഞ്ഞൊരാളാണ് ലക്ഷ്മിപ്രിയ. അതുകൊണ്ട് തന്നെ ഇത് വിശ്വസിക്കാൻ വളരെ പ്രയാസമാണ്. എന്തായാലും ഇത് കാത്തിരിക്കുക അൻസിബ ഇതിനുള്ളൊരു ഉത്തരവായി വരുന്നവരെ. കാരണം നമുക്കിത് പറയുന്നത് ആരാണ് ശരി, ഇതുപോലെ ലക്ഷ്മി പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്നും വിധിക്കാൻ നമുക്കാവില്ല. ആർക്കെതിരെയാണോ ലക്ഷ്മി പറഞ്ഞത് അവരെന്തായാലും ഇത് തെളിയിക്കാൻ വരുമല്ലോ. അത്ര സമയം നമുക്ക് കാത്തിരിക്കാം.